സക്സസ് ഫയലിലേക്ക് സ്വാഗതം. വിവിധ പരീക്ഷകളിലായിട്ട് കേരള PSC ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, നദീ സമതലങ്ങളിൽ നിന്നും എത്ര മീറ്റർ മുതൽ എത്ര മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? നദീ സമതലത്തിൽ നിന്നും എത്ര മീറ്റർ മുതൽ എത്ര മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 150 മീറ്റർ മുതൽ 600 900 മീറ്റർ വരെ. 150 മീറ്റർ മുതൽ 600 to 900 മീറ്റർ വരെ. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ ഡാഷ് എന്നറിയപ്പെടുന്നു. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് നീർത്തടങ്ങൾ എന്നാണ്. നീർത്തടങ്ങൾ. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് നീർത്തടങ്ങൾ എന്നാണ്. ഭൂമിശാസ്ത്രത്തിൽ മേഖലാ സമീപനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? മേഖലാ സമീപനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? കാർ റിട്ടർ ആണ്. കാർ റിട്ടർ. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്ന അവസ്ഥയെ ഡാഷ് എന്നറിയപ്പെടുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്ന അവസ്ഥയെ എന്തു പറയുന്നു? താപവിപര്യം. താപവിപര്യം. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്ന അവസ്ഥയാണ് താപവിപര്യം. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനിയായ കാരജാസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനി ഏതാണ്? കാരജാസ് ആണ്. കാരജാസ് മൈൻ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? കാരജാസ് മൈൻ സ്ഥിതി ചെയ്യുന്നത് ബ്രസീലിലാണ്. ബ്രസീലിലാണ് കാരജാസ് മൈൻ സ്ഥിതി ചെയ്യുന്നത്. താഴെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിന്റെ പേര് കണ്ടെത്തുക. 1982 നിലവിൽ വന്നു. കാർഷിക മേഖലാ വികസനം, ഗ്രാമീണ മേഖലാ വികസനം. ഗ്രാമീണ വായ്പകളുടെ ഒരു ഉന്നത സ്ഥാപനം. ഏതാണ് സ്ഥാപനം? നബാർഡാണ്. നബാർഡ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. നബാർഡ്. നിലവിൽ വന്നത് 1982 കാർഷിക മേഖല വികസനം, ഗ്രാമീണ മേഖല വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രാമീണ വായ്പയുടെ ഒരു ഉന്നത സ്ഥാപനമാണ്. ഏതാണ്? നബാർഡാണ്. താഴെ പറയുന്നവയിൽ ഭരണഘടനാ അസംബ്ലിയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ ഐക്യകണ്ഠേന പാസാക്കിയ വിഷയം ഏത്? ഭരണഘടനാ അസംബ്ലിയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ ഐക്യകണ്ഠേന പാസാക്കിയ വിഷയം ഏതാണ്? പ്രായപൂർത്തി വോട്ടവകാശമാണ്. പ്രായപൂർത്തി വോട്ടവകാശം. തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ ഐക്യകണ്ഠേന പാസാക്കിയ വിഷയമാണ് പ്രായപൂർത്തി വോട്ടവകാശം. 1976 42ാമത് ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത പദങ്ങൾ ഏതെല്ലാം? ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് ഏതൊക്കെയാണ്? സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത എന്നീ 3 പദങ്ങളാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. ഏത് ഭേദഗതി പ്രകാരമാണ്? 42ാമത്തെ ഭേദഗതി പ്രകാരമാണ്. ഏതാണ് വർഷം? 1976. 1976 42ാമത്തെ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത പദങ്ങൾ ഏതൊക്കെയാണ്? സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം വരുന്നത് 40%. 40%. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 40%. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ നോഡൽ ഏജൻസി ഏതാണ്? കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി
പദ്ധതി നടപ്പാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസിയാണ് കിൻഫ്രയാണ്. കിൻഫ്ര. അടുത്ത ചോദ്യം, ഒരു സ്വയം പ്രതിരോധ രോഗം തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു സ്വയം പ്രതിരോധ രോഗം എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്, മയാസ്തേനിയ ഗ്രേവിസ് ഒരു സ്വയം പ്രതിരോധ രോഗം ആണ്. സ്റ്റിറോയിഡുകൾ ഇല്ലാത്ത ആഴ്ചയിൽ ഒരെണ്ണം എന്ന ഉപയോഗക്രമമുള്ള ഗർഭനിരോധന ഗുളികകളാണ് സഹേലി. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സഹേലി. സൂര്യനിലെ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? സൂര്യനിലെ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പൈറോമീറ്റർ ആണ് സൂര്യനിലെ ഊഷ്മാവ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം, പൈറോമീറ്റർ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാസപ്രവർത്തനത്തിന് ഉദാഹരണം ഏത്? തന്നിരിക്കുന്നു. മെഴുകു കത്തുന്നത്, ഭക്ഷണം ദഹിക്കുന്നത്, പഴങ്ങൾ പഴുക്കുന്നത്, മുകളിൽ പറഞ്ഞിരിക്കുന്നവ എല്ലാം രാസപ്രവർത്തനത്തിന് ഉദാഹരണം ഓപ്ഷൻ ഡി ആണ്. ഇത് മൂന്നും രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്. മെഴുകു കത്തുന്നു, ഭക്ഷണം ദഹിക്കുന്നു, പഴങ്ങൾ പഴുക്കുന്നു, ഇതെല്ലാം രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകുന്ന വാതകം. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഹൈഡ്രജൻ. വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹം ഏത്? ഏതാണ്? വെള്ളി. ഓപ്ഷൻ എ ആണ് ഉത്തരം, വെള്ളി. അഷ്ടപതിയാട്ടം എന്ന കേരളീയ ദൃശ്യകലാരൂപത്തിന് അവലംബമായ സാഹിത്യകൃതി ഏത്? അഷ്ടപതിയാട്ടം എന്ന കേരളീയ ദൃശ്യകലാരൂപത്തിന് അവലംബമായ സാഹിത്യകൃതി ഏതാണ്? ഗീതാഗോവിന്ദമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം ഏതാണ്? കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ഏതാണ്? യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായിട്ട് ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ഏതാണ്? ദീപാവലിയാണ്. മേൽക്കുര മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? മേൽക്കുര മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? തമിഴ്നാട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തത് ആരെല്ലാമായിരുന്നു? സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തത് CR ദാസ് മോത്തിലാൽ നെഹ്റു. ഓപ്ഷൻ എ ആണ് ഉത്തരം, CR ദാസ് മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തത്. ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളിൽ പങ്കാളികളായത് ഇവയിൽ ഏതു രാജ്യങ്ങളായിരുന്നു? കർണാട്ടിക് യുദ്ധങ്ങളിൽ പങ്കാളിയായത് ഇംഗ്ലണ്ടും ഫ്രാൻസുമാണ് കർണാട്ടിക് യുദ്ധങ്ങളിൽ പങ്കാളികളായത്, ഇംഗ്ലണ്ടും ഫ്രാൻസും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഏതാണ്? ഗംഗാനദി. ആന്ധ്രാപ്രദേശിലെ ബോറ ഗുഹകൾ താഴെ കൊടുത്തവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ബോറ ഗുഹകൾ ചുണ്ണാമ്പുകല്ല്. ഓപ്ഷൻ സി, ചുണ്ണാമ്പുകല്ല്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ആയത് ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം,
രണ്ടാമത്തെ സമ്മേളനത്തിൽ മാത്രം പങ്കെടുത്തു. ഗാന്ധിജി എത്രാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് പങ്കെടുത്തത്? രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ മാത്രമാണ് ഗാന്ധിജി പങ്കെടുത്തത്. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1964. 1964 കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത്. 1964. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചത്? 61 ഭേദഗതിയാണ്. 61 ഭേദഗതി. താഴെ കൊടുത്തിട്ടുള്ള ഏത് ഏജൻസിയുടെ പുതിയ രൂപമാണ് നീതി ആയോഗ്? പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ രൂപമാണ് നീതി ആയോഗ്. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ ഏതിലാണ് ബാലവേലയ്ക്കെതിരെയുള്ള നടപടികൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ബാലവേല. ഓപ്ഷൻ സി ആണ് ഉത്തരം. ചൂഷണത്തിനെതിരായുള്ള അവകാശത്തിലാണ് ബാലവേലയ്ക്കെതിരെയുള്ള നടപടികൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചൂഷണത്തിനെതിരായുള്ള അവകാശം. ഇന്ത്യയിലെ ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ്? ഡിസംബർ 24. ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം. ഡിസംബർ 24. ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ട് പരാതികൾ സമർപ്പിക്കുവാനുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? ചൈൽഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് പരാതികൾ സമർപ്പിക്കുവാനുള്ള ടോൾ ഫ്രീ നമ്പർ 1098 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1098. 1098. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏത് പ്രദേശത്തെയായിരുന്നു? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ബംഗാളാണ്. ബംഗാളിലാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് അറിയപ്പെട്ടിരുന്നത്. കേരളത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾ താഴെ പറയുന്നവയിൽ ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ്? കുടുംബശ്രീ യൂണിറ്റുകൾ ഏത് സ്ഥാപനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മൈക്രോ ഫിനാൻസ് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മൈക്രോ ഫിനാൻസ് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കുടുംബശ്രീ യൂണിറ്റുകൾ. അടുത്ത ചോദ്യം. വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് വളപട്ടണം പുഴയാണ്. പമ്പ നദി ബാരിസ് എന്നാണ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ശരിയാണ്. വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി. പമ്പ നദി ബാരിസ് എന്നാണ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ഏതാണ്? ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാറാണ്. ചാലിയാറാണ്. ചാലിയാറാണ് ബേപ്പൂർ പുഴ എന്ന് അറിയപ്പെടുന്നത്. ചാലിയാർ. ബേപ്പൂർ പുഴ, ചാലിയാർ. അടുത്തത്. കേരളത്തിലെ മഗ്നാകാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം. കേരളത്തിലെ മഗ്നാകാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം ഏതാണ്? കേരളത്തിലെ മഗ്നാകാട്ട ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേരളത്തിലെ മഗ്നാകാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം. ശരിയായ കാഴ്ച ലഭിക്കുന്നതിനായി ഒരാൾ കോൺകേവ് ലെൻസ് ഉള്ള കണ്ണട ധരിക്കുന്നു. കണ്ണട ഇല്ലാതെ അയാളുടെ കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയായിരിക്കും? കോൺകേവ് ലെൻസ് ഉള്ള കണ്ണടയാണ് ധരിക്കുന്നത്. കണ്ണട ഇല്ലാതെ അയാളുടെ കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെ ആയിരിക്കും? ഓപ്ഷൻ സി ആണ് ഉത്തരം. റെറ്റീനയ്ക്ക് മുമ്പിലാണ്. റെറ്റീനയ്ക്ക് മുമ്പിൽ. റെറ്റീനയ്ക്ക് മുമ്പിൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റിബോഡി ഉൽപാദനവുമായി ബന്ധപ്പെട്ട രക്തകോശം ഏത്? ആന്റിബോഡി ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടത് ലിംഫോസൈറ്റ് ആണ്. ലിംഫോസൈറ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത്? രോഗത്തിന്റെ പേരെന്താണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത് എന്തിന്റെ കുറവ് മൂലമാണ്? സയനോകൊബാലമിൻ ആണ്. സയനോകൊബാലമിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. നീലിമ എന്നറിയപ്പെടുന്നത് താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് കാർഷിക വിളയാണ്? നീലിമ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്.
വാട്ടരോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സങ്കരയിനം വഴുതനയാണ് നീലിമ. സങ്കരയിനം എന്താണ്? വഴുതനയാണ് നീലിമ. വാട്ടരോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സങ്കരയിനം വഴുതനയാണ് നീലിമ. ജീവകം എയിൽ നിന്നും രൂപപ്പെടുന്നതും കണ്ണിന്റെ കാഴ്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നതുമായ പദാർത്ഥം ഏത്? റെറ്റിനാൽ ആണ്. റെറ്റിനാൽ ജീവകം എയിൽ നിന്നും രൂപപ്പെടുന്നു, കണ്ണിന്റെ കാഴ്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. റെറ്റിനാൽ. മനുഷ്യ ശരീരത്തിലെ ഏത് അന്തസ്രാവി ഗ്രന്ഥിയിൽ നിന്നാണ് എപ്പിനെഫ്രിൻ എന്ന ഹോർമോൺ ഉണ്ടാകുന്നത്? എപ്പിനെഫ്രിൻ എന്ന ഹോർമോൺ ഉണ്ടാകുന്നത് ഏത് അന്തസ്രാവി ഗ്രന്ഥിയിൽ നിന്നുമാണ്? അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്നുമാണ് എപ്പിനെഫ്രിൻ എന്ന ഹോർമോൺ ഉണ്ടാകുന്നത്. എപ്പിനെഫ്രിൻ അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്നുമാണ്. ഒരു കാർഷിക വിള ഇനമായ സൊണാലികയെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്ന പ്രത്യുൽപാദന ശേഷിയും കീടങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുമുള്ള നെല്ലിനമാണ്. അത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയുമുള്ള ഗോതമ്പിനമാണ്. അത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയും കീടങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുമുള്ള ചോളമാണ്. സൊണാലിക എന്താണ്? ഗോതമ്പിനമാണ്. അത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയുമുള്ള ഗോതമ്പിനമാണ് സൊണാലിക. ശ്രീനാരായണ ഗുരു രണ്ടാം ബുധൻ എന്ന് അറിയപ്പെട്ടു. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് ആത്മവിദ്യാ സംഘം. 1909 ഗുരു ശിവഗിരിയിൽ ശാരദാ മഠം സ്ഥാപിച്ചു. മുകളിൽ പറഞ്ഞതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത്? തെറ്റായിട്ടുള്ളത് ഏത് പ്രസ്താവനയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ളത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. വാഗ്ഭടാനന്ദൻ. രണ്ടാം ബുധൻ എന്നറിയപ്പെട്ടത് ശ്രീനാരായണ ഗുരു ശരിയാണ്. ഗുരു ശിവഗിരിയിലെ ശാരദാ മഠം സ്ഥാപിച്ചു എന്നതും ശരിയാണ്. അടുത്തത് തന്നിരിക്കുന്നു. കുളച്ചൽ യുദ്ധം, കർണാട്ടിക് യുദ്ധങ്ങൾ, കുഞ്ഞാലി മരക്കാരുടെ പോരാട്ടങ്ങൾ, ആറ്റിങ്ങൽ കലാപം. ഇതിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ ഏത്? ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 4. ആറ്റിങ്ങൽ കലാപമാണ് ആർക്കെതിരെ നടന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നത് ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം. 1921 ഒറ്റപ്പാലത്ത് വെച്ച് 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. അഗസ്തീശ്വരം, കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർത്തു. മുകളിൽ പറഞ്ഞവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവന ശരിയാണ്. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. ഏതൊക്കെ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ്? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം. കേരളത്തിൽ ആദ്യത്തേതും വലുതുമായ ദേശീയോദ്യാനം സൈലന്റ് വാലി എന്ന് ഇവിടെ തന്നിരിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. സൈലന്റ് വാലിയെ ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചത് 2007 ശരിയാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. കേരളത്തിലെ ആദ്യത്തേതും വലുതുമായ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ആദ്യത്തേതും വലുതുമായ ദേശീയോദ്യാനം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.